ഗുഡ് മോർണിംഗ്. ഇതാണ് ഗുഡ് മോർണിംഗ് കാഴ്ച. ഇപ്പോൾ സമയം 9:30 രാവിലെ. മിസ്റ്റി ഡേ ഉണ്ടല്ലോ, ഒന്ന് കാണാൻ വയ്യ. ആ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഫുൾ മിസ്റ്റാണ്. ഈ ഭാഗത്തേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. സോ മിസ്റ്റി, നല്ല തണുത്ത കാറ്റ്. ഒരു ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്ന പ്രതീതി തന്നെയാണ്. അതാണ് ഞാൻ കാണിക്കാനായിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് അവർ 9:30 മോർണിംഗ്. ഓക്കെ, ജനലടക്കട്ടെ. അങ്ങനെ കിച്ചണിലെത്തിക്കഴിഞ്ഞു. ലഞ്ച് ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അതായത് 2 കപ്പ് ബസ്മതി റൈസ് വേവിക്കാനായിട്ട് തിളച്ച വെള്ളത്തിലിട്ടിരിക്കുവാണ്. വെന്തുകൊണ്ടിരിക്കുന്നു. അത് കറക്റ്റ് പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ഊറ്റി മാറ്റാനാണ് പോകുന്നത്. വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുക്കാൻ പോവാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് ബസ്മതി റൈസ് തന്നെയാണ്, വൈറ്റ് റൈസായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം വേണമെങ്കിൽ ജാസ്മിൻ റൈസിലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പാലക്കിൻ്റെ ഇലയെല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഊറ്റി. പിന്നെന്താ പറയുക, 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു സൈഡിലുണ്ട്. 1 ടിൻ രാജ്മ പയർ, അതായത് റെഡ് കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞിട്ട് വേവിച്ചത് തന്നെയാണ് ടിന്നിൽ കിട്ടുന്നത്. അത് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് കെമിക്കൽ അങ്ങനെയൊന്നുമല്ല, കെമിക്കൽ ലായനിയൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, ടിൻഡായതുകൊണ്ട്. പക്ഷെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കഴുകി മാറ്റിയിട്ട് ഊറ്റിയെടുക്കണം, നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട്. ഈ ടിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാം മോശമാണെന്ന് പറയാൻ പറ്റില്ല. വാട്ടറിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് നോക്കി വാങ്ങിയാൽ മതി. പാലക്കിൻ്റെ ഇലയും ഒന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒരു 4 കപ്പോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്ക് ആൻഡ് രാജ്മ റൈസാണ്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ചൂടായ ഒരു പാനിലേക്ക് ഒരു 50 ഗ്രാം വെണ്ണ ചേർക്കാം. വെണ്ണ ഉരുകി തുടങ്ങി. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായി അതും കൂടി ചേർക്കുന്നു. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി സ്വാദായിരിക്കും. എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഹെൽത്തിയാണ് കേട്ടോ നെയ്യിലും ബട്ടറിലും ഒക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഗീ വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഗുഡ് ഓപ്ഷനാണ് നെയ്യ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നിറം മാറാനൊക്കെ ചെറുതായി തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചതും കൂടി ചേർക്കുന്നു. നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അത് വഴറ്റുന്നതിനനുസരിച്ച് വാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വാടി പാകത്തിന് വെന്തിങ്ങനെ റെഡിയായി വരുമ്പോൾ കളറൊന്നും മാറണമെന്നില്ല, അത് വാടുമ്പോൾ തന്നെ വേകും. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന വേവിച്ച രാജ്മ പയറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കും. ഇനിയാണ് നമ്മൾ റൈസ് ചേർക്കാൻ പോകുന്നത്. ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് വേവിച്ചപ്പോൾ തന്നെ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ ചോറിൽ ഏകദേശം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ബസ്മതി റൈസിന് പകരം ജാസ്മിൻ റൈസിലും വേണമെങ്കിൽ ചെയ്യാം. നല്ല ഇനം ഏത് വൈറ്റ് റൈസിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതായത് ഒരുപാട് കുഴയാണ്ട് പാകത്തിന് വേവിച്ച് ഊറ്റിയെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് വഴറ്റി എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സായി കിട്ടണം. നല്ലതായിട്ട് സ്പ്രെഡായി വരും. അപ്പോൾ പാലക്കും രാജ്മയും പിന്നെന്താ പറയുക, ഇതിന് ഓൾറെഡി ബട്ടറും ഗീയും ആ ഒരു ഗാർലിക് ഫ്ലേവറും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെയാണ് ഈ ഒരു മിക്സിങ്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. ഏത് സ്റ്റേജിലും ഉപ്പ് ചേർക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ
റൈസ് റെഡി ആയി കഴിഞ്ഞു. രാജ്മ പാലക് റൈസ് അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ ലഞ്ചിൻ്റെ മെയിൻ ഡിഷ്. ഇനി സൈഡ് ഡിഷായിട്ട് അടുത്ത കാര്യം ഉണ്ടാക്കാം. ഒരു 600 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 200 ഗ്രാമിൻ്റെ 3 പാക്കറ്റ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാഞ്ചസ്റ്ററിലെ ഇവിടുത്തെ പനീറൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്, ചീസ് പോലെ ഇരിക്കുന്നത്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ റെക്റ്റാങ്കിൾ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. അതായത് കുറച്ച് നീളത്തിന് റെക്റ്റാങ്കിൾ ഷേപ്പിനാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയില്ല, ഒരുപാട് തിന്നുമല്ല. ഈ ഒരു രീതിയിൽ മുറിച്ച് എടുത്താൽ മതി. എളുപ്പമാണ്, ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പനീർ പീസസ് 600 ഗ്രാമും കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. ഇനി ബൗളിലേക്ക് അത് എടുത്ത് വെക്കാം. ഇനി വേണ്ടതൊരു മാറിനേഷനാണ്. പനീറിന് മാറിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് പനീറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. അത് മിക്സ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മുടെ പനീർ പീസസ് എല്ലാം തന്നെ മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഗ്രേവിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞു. ഇനി ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഈ എണ്ണയിലേക്ക് പച്ചമുളക് അരിഞ്ഞതാണ് ആദ്യം ചേർക്കുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ പച്ചമുളക് എന്താ പറയുക, നല്ല എരിവാണ്. അത് കാരണം ഇവിടെ അധികം എരിവ് ആർക്കും വേണ്ട, കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ 2 എണ്ണമേ ചേർക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ 4, 5, 6 എത്രയാണോ വേണ്ടത് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് ചേർത്തോളൂ. ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലെ സവാള അരിഞ്ഞതും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നു. ഇത് ക്രഷ് ചെയ്ത് ചതച്ച് ചേർത്താലും മതിയാകും. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ച് കിടന്ന് വഴണ്ട് പച്ചച്ചുവ എല്ലാം മാറിക്കിട്ടണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം ഒന്ന് വാടി ചെറുതായി കളർ മാറാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി അവസാനത്തെ സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ ഒരു 1/2 കപ്പോളം മല്ലിയിലയും കൂടി ചേർക്കുന്നു. മല്ലിയില അരിഞ്ഞതാണ് 1/2 കപ്പ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മല്ലിയിലൊക്കെ പെട്ടെന്ന് തന്നെ വാടുമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പ്, 50 ഗ്രാമോളം അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. വഴറ്റി എല്ലാം കൂടി ചേർത്ത് അടുപ്പിൽ നിന്ന് മാറ്റി അല്പം ഒന്ന് തണുക്കാൻ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാറിനേറ്റ് ചെയ്ത് റെഡിയായിരിക്കുന്ന പനീറും റെഡിയാകും. പിന്നെ പനീർ ഗ്രിൽ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ചൂടായി കിടക്കുന്ന പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച പനീറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് നിരത്തി വെക്കുന്നത്, ഒന്നിന് മുകളിൽ ഒന്നും അല്ലാണ്ട് ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു സൈഡ് ഇളം ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അവിടെയും ബ്രൗൺ ആയി കഴിയുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം. ഒരു പാൻ ഗ്രില്ലിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. പാൻ ഗ്രിൽഡായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു പനീറിൽ ഈ മസാലയൊക്കെ പിടിച്ചിട്ടൊരു പ്രത്യേക രുചി ഉണ്ടാവും എന്തായാലും. അപ്പോഴത്തെ കംപ്ലീറ്റ് പനീർ പീസസും നെയ്യിൽ, കുറച്ച് നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ, 1-1.5 ടേബിൾ സ്പൂണിനകത്ത് മതിയാകും കംപ്ലീറ്റ് ഗ്രിൽ ചെയ്തെടുക്കാൻ. അതെല്ലാം ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്.
ഇനി അതേ പാനിൽ തന്നെ 50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് ഉരുക്കാം. അപ്പോൾ ബട്ടറിന് പകരം കംപ്ലീറ്റ് ഗീയിലും ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷനാണ്. ഇനി അതല്ല ഏതെങ്കിലും ഓയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നു ബട്ടറിൻ്റെ കൂടെ. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് താളിക്കാം. അപ്പോൾ ജീരകമൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 ടീസ്പൂണോളം, ഏകദേശം 1, 1.5, 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. 1 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് ഇത് മൂത്ത് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വഴറ്റി അരച്ച് വെച്ച ആ ഒരു മസാല പേസ്റ്റ്, അതിൽ അണ്ടിപ്പരിപ്പ്, സവാള എല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുത്തില്ലേ, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ഏകദേശം ലൈറ്റ് ഗ്രീൻ കളറിലാണ് അതിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരച്ച ബൗളിൽ, മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം. അപ്പോൾ ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാം. എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തിക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം, കുറച്ച് ലൂസ്, സെമി ലൂസായിട്ടും ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ട്. ഇവിടെ അശ്വിനൊക്കെ നല്ല ഗ്രേവിയുള്ള കറികളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ ആ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. തിളയ്ക്കാറായി വരുന്നു. ഗ്രിൽ ചെയ്ത് വെച്ച് പനീറിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവിയിൽ. ഇനി എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഇനി കുറച്ച് കസൂരി മേത്തി. കസൂരി മേത്തി ഞാൻ പൊടിച്ചതല്ല ചേർക്കുന്നത്, ക്രഷ് ചെയ്തതാണ്, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ചേർക്കാം. പൗഡർ ഫോമിലാണെങ്കിൽ 1/2 മുതൽ 3/4 ടീസ്പൂൺ മതിയാകും. ഇനി ഫൈനലായിട്ട് 2 കാര്യങ്ങളും കൂടി ചേർക്കണം. അവസാനമായിട്ട് തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഒരു 5 ടേബിൾ സ്പൂൺ, 4 5 ടേബിൾ സ്പൂൺ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട്, നല്ല കട്ടിയുള്ള തൈര് ഉടച്ചതാണിത്, അതും കൂടി ചേർക്കുന്നു. ഒരു കാര്യം കൂടി, 1/2 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടാണ് ഗ്രേവി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കല്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി കുറച്ച് ആദ്യമേ വെള്ളം കുറച്ചൊഴിക്കുക. ഇപ്പോൾ ഫൈനലായിട്ട് നമ്മൾ യോഗട്ടും തൈരും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. കുറുകിയ രീതിയിൽ വേണമെങ്കിലും കിട്ടും. ഇതേ നോക്കിക്കോളൂ. ഇനി അവസാനമായിട്ട് ധാരാളം മല്ലിയിലയും കൂടി ചേർക്കുന്നു. ആ മല്ലിയിലയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി കഴിഞ്ഞു. ഇത് മുഗലായി പനീർ കറിയാണ്. നമ്മുടെ രാജ്മ പാലക് റൈസും പനീർ മുഗലായും നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ അച്ചാറും ഒരു റേത്തയും ധാരാളം മതിയാകും. നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. ഇനി ഉച്ച കഴിഞ്ഞൊരു യാത്രയുണ്ട്. ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് വലിയ യാത്രയൊന്നുമില്ല കേട്ടോ, പുറത്തേക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. ആ കാഴ്ചകളും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നല്ല തണുത്ത ദിവസമാണ് എങ്കിലും പുറത്തേക്ക് ഇറങ്ങും, ചെറിയ ഷോപ്പിംഗ്. ഓക്കെ, ഇറങ്ങാം. ആൾക്കാർ അവിടെയൊക്കെ നിൽക്കുന്നു. ഹായ് പോണേ. വാവ്, മിസ്റ്റി മിസ്റ്റി എങ്ങനെയുണ്ടു? നൈസ് അല്ലേ? അപ്പം കോസ്കോയിലേക്ക് പോകുന്നു. കോസ്കോ, ഓക്കെ, കോസ്കോ. സമയം 2:30 മണി ഉച്ചയ്ക്ക്. ആഫ്റ്റർനൂൺ 2:30. ഇതാണ് ഇവിടുത്തെ. അങ്ങനെ പുറത്തേക്കുള്ള സവാരി. വൈകുന്നേരം സമയം എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു 4:30 ആയി കഴിഞ്ഞാൽ ഇരുട്ടാകുമല്ലോ. എന്തായാലും കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഞങ്ങൾ പോകുന്നത് കോസ്കോയിലേക്കാണ്. കോസ്കോ എന്ന് പറഞ്ഞാൽ ഇതൊരു വെയർ ഹൗസ് പോലെയാണ്, ഒരു ഹ്യൂജ് പ്ലേസ് ആണ്. പക്ഷേ ഹോൾസെയിലായിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ലാഭമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മെമ്പേഴ്സിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ, വാങ്ങാനും പറ്റുള്ളൂ. അപ്പോൾ മെമ്പർഷിപ്പ് നേരത്തെ പൈസ കൊടുത്താൽ കിട്ടും. ഇപ്പോൾ മെമ്പർഷിപ്പ് ഇവിടെ അശ്വിൻ മെമ്പറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്.
വിടൂ. Yes, we are going inside Costco. എന്ത് തണുപ്പാണ്. അയ്യോ, എൻ്റെ അമ്മ എന്ത് തിരക്കായിലൂടെ. കോസ്കോയിൽ നിന്നൊരു ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. തൊട്ടടുത്ത കട ആസ്തയാണ്. ആസ്ത എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, നല്ലൊരു സ്റ്റോറാണ്. അവിടെയും നല്ല ലാഭമാണ്, നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. സ്പെഷ്യൽ ഓഫേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് ആസ്തയിലും. സ്കിൻ കെയർ, കോസ്മെറ്റിക്, കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള ഡീപ്പ് കണ്ടീഷനിങ്, പ്രോട്ടീൻ പാക്ക്, ഒലിവ് ഓയിലിൻ്റെ, അതുപോലെ ഒക്കെ ഹെയർ റെമഡീസ് തന്നെ എന്തെല്ലാം, ഹണി ട്രിഷ്യൻസ് കാണിയാണ്. അപ്പോൾ ആസ്തയ്ക്കുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതായത് അണ്ടർ വൺ റൂഫ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെന്താ പറയുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് ടിൻ ഫുഡ്സ് ആണെങ്കിലും എനിത്തിങ്, എന്ത് വേണമെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഇത് കൂടാണ്ട് ക്ലോത്തിങ് സെക്ഷൻ ഉണ്ട്, ഷൂസിൻ്റെ ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, പിന്നെ ഹോം അപ്ലയൻസസ് ഉണ്ട്, പിന്നെന്താ പറയുക, ക്രോക്കറീസ്, കട്ട്ലറി, പിന്നെ അതുപോലെ ഹോം സെൻറ്റർ പോലെ ഹോം ഡെക്കറേഷൻസിന് വേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈവൻ ബെഡ്ഷീറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. വൈൻസ്, ബിയർ എല്ലാം ഉണ്ട്. ഓക്കെ, ഓൾ സ്പെഷ്യൽ ഓഫേഴ്സ്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നടക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞിട്ടും ക്രിസ്മസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെയിലിട്ടിട്ടുണ്ട്. നൈസ് മഗ്സ്. അനു ഇത് നോക്കൂ, ഭയങ്കര വില കുറഞ്ഞായിരിക്കും ഡെക്കറേഷൻസിന് പോണത്. അത് തന്നെ ഓൾ ഓഫർ. അശ്വിനാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അശ്വിനുണ്ട്, അത് കൂടാണ്ട് മക്കളെല്ലാവരും ഉണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ബോയ്സ് എല്ലാം അശ്വിൻ്റെ കൂടെ ഉണ്ട്. ഞാനും അനുക്കുട്ടിയും പുടുങ്ങോളും പിന്നെ ലയയും ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. പാർവതി വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. അനു നോക്ക്, അനു എന്ത് മാത്രം സാധനങ്ങൾ. സോ നൈസ്. ക്യാൻഡിൽ ഹോൾഡേഴ്സ് ഭംഗിയല്ല. 10 പൗണ്ട്, 8 പൗണ്ട്, അങ്ങനെ 12. സോ നൈസ്. 14, 12. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്താ കാര്യം, ഐ ലൈക്ക് ഇറ്റ്. എല്ലാ പ്രാവശ്യം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും മേടിക്കാതെ ഇവിടെ തന്നെ വെച്ചിട്ട് പോവുകയും ചെയ്യും ചിലപ്പോൾ. 10 പൗണ്ട്സ്. ഇതിൻ്റെ കുറേ ഓഫറുണ്ട് ഇവിടെ, എല്ലാം സെയിൽ നടക്കുകയാണ്. ഓക്കെ, ട്രയൽ റൂമിൽ കയറി ജസ്റ്റ് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഇട്ട് നോക്കാം ഒക്കെയാണോ. ഓക്കെ, ഇതിപ്പോൾ ആസ്തയിലാണ് കുറേ സെയിൽ നടക്കുകയാണ്, ക്ലോത്ത്സിൻ്റെ എല്ലാം. ഇഷ്ടംപോലെ ഡ്രസ്സസ് ഉണ്ട് ഇവിടെ, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം. നൈസ് കളക്ഷൻ. ഞാൻ കുറേ മേടിച്ചു, അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു. ഇനി തിരിച്ചു പോകാൻ സമയമാകുന്നു. ട്രയൽ നടത്തി മുടിയെല്ലാം പറന്നു. ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി. അങ്ങനെ നമ്മുടെ ആസ്തയിൽ നിന്ന് ഇറങ്ങുന്നു. അതെ, എൻ്റെ അമ്മ പുറത്ത് ക്ലൈമറ്റ് നോക്കും. വിളിച്ചൊക്കെ പോയി. ഓ മൈ ഗോഡ്, ഇപ്പം എന്തായി സമയം? അതിന് സമയം എന്തായി? അയ്യോ, സമയം എന്തായി കാണും? നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് പോകണം. 5 മണി, 5 o'clock. രാത്രി
അടിപൊളി. അമ്മേ, അശ്വിൻ വെയിറ്റിംഗ് ഹാറിൽ എല്ലാ സാധനങ്ങൾ കയറ്റും. അങ്ങനെ ആസ്തിയിൽ നിന്നും കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ആൻഡ് കുറച്ച് റിയൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായി കാറിൽ കയറി കഴിഞ്ഞു. പോകുന്ന വഴിയാണെങ്കിലോ ദൈവമേ നല്ല രസമുണ്ട്. ഒരു 5 മണി കഴിയുമ്പോൾ തന്നെ കോടയൊക്കെ ഇറങ്ങിയത് നല്ല ഡാർക്കായി. ഏതാണ്ട് ഒരു ഹിൽ സ്റ്റേഷനിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെയാണ്. ഈ കോടയുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു മിസ്റ്റി ഫീലും അതിൻ്റെ കൂടെ ആ ഇരുട്ടും പിന്നെ ഈ സിറ്റി ലൈറ്റ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അയ്യോ എന്താ രസമല്ലേ. അപ്പോൾ ഈ സിറ്റി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് ആൻഡ് സിറ്റി കാഴ്ചകൾ എല്ലാം ആസ്വദിച്ച് കണ്ട് വീട്ടിൻ്റെ വളരെ അടുത്താണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരമൊന്നുമില്ല. നമുക്കൊരു 15 to 20 മിനിറ്റ്സ് മതി ഇവിടെ എത്താൻ. അങ്ങനെ തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്കുള്ള യാത്രയിലാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.